ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സർഫേസ് എനർജി എന്താണെന്ന്. സർഫേസ് എനർജി എന്ന് പറഞ്ഞാൽ സർഫേസ് മോളിക്യൂൾസ് ഓഫ് ദ ലിക്വിഡ് എക്സ്പീരിയൻസ് എ കോൺസ്റ്റൻറ്റ് ഇൻവേർഡ് ഫോഴ്സസ്. ഒരു ഇൻവേർഡ് ഫോഴ്സസ് സർഫേസിലുള്ള എല്ലാ മോളിക്യൂൾസിനും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവേർഡ് ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യും. ദെയർഫോർ ദേ ഹാവ് എ ഹയർ എനർജി ദാൻ ദ മോളിക്യൂൾസ് ഇൻ എ ബൾക്ക് ഓഫ് ദ ലിക്വിഡ്. അതിനെന്താവും ഹയർ എനർജി ഉണ്ടായിരിക്കും. ഒരു ബൾക്ക് ലിക്വിഡിനേക്കാളും നല്ലൊരു ഹയർ എനർജി അതിനെ ഉണ്ടാകുന്നു. ഡ്യൂ ടു ദ ഹയർ എനർജി അറ്റ് ദ സർഫേസ് എ ലിക്വിഡ് tends to have a minimum number of molecules at their surface. This is achieved by minimizing the surface area. In order to increase the surface area, energy is supplied or work is done. എന്ന് പറഞ്ഞാൽ എനർജി കൂടുന്തോറും മിനിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? സർഫേസ് ഏരിയ കൂടുന്നു. മിനിമൈസിങ് ദ സർഫേസ് അച്ചീവ്ഡ് ബൈ മിനിമൈസിങ് സർഫേസ് ഏരിയ എന്ത് ചെയ്യുന്നു? മിനിമൈസ് ആവുന്നു. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എനർജി എന്തിരിക്കണം? എനർജി സപ്ലൈഡ് കൂട്ടുന്നു. The energy supplied for increasing the surface area of a liquid by unit amount is called as surface energy. എന്താ പറയുക, സർഫേസ് ഏരിയ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന എനർജി എത്ര സപ്ലൈ ചെയ്യുന്നുണ്ടോ അതിനെ പറയുന്നതാണ് സർഫേസ് എനർജി എന്ന്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൾ M-2 അല്ലെങ്കിൽ NM-1 എന്നൊക്കെ പറയാം. മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സർഫേസ് ഓഫ് ദ മോളിക്യൂൾസിന് ഒരു ഇൻവേർഡ് ഫോഴ്സസ് സർഫേസ് ഓഫ് ദ മോളിക്യൂൾസിന് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവേർഡ് ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ എനർജിക്ക് കാരണമാക്കുന്നു. ഇറ്റ് ഹാസ് എ ഹൈ എനർജി ദാൻ ദാറ്റ് ഓഫ് ദ ബൾക്ക് ഓഫ് ദ ലിക്വിഡിനേക്കാളും ഹയർ എനർജി ഉണ്ടാക്കുന്നു. ഈ ഹയർ എനർജി കാരണം ഹയർ എനർജി കാരണം നല്ല കുറേ എനർജി ആകുമ്പോൾ ലിക്വിഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു ആൻഡ് ഇറ്റ്സ് ടെൻഡ് ടു മിനിമൈസ് സർഫേസ് ഏരിയ. ഇൻ ഓർഡർ ടു സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് എനർജി കൂട്ടുകയാണ് ചെയ്യുന്നത്. എനർജി സപ്ലൈഡ് ചെയ്യുന്നത്. സോ ദ എനർജി സപ്ലൈഡ് ഫോർ ദ ഇൻക്രീസസ് ഇൻ ദ സർഫേസ് ഏരിയ ദാറ്റ് ഈസ് കോൾഡ് ആസ് സർഫേസ് ഏരിയ. എത്ര എമൗണ്ട് ഓഫ് എനർജി ഇതാക്കുന്നു അതിനെ പറയുന്നതാണ് സർഫേസ് എനർജി എന്ന്. പിന്നെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സർഫേസ് ടെൻഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. ഓൺ റൈസിങ് ദ ടെമ്പറേച്ചർ സർഫേസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് ഡിക്രീസസ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വാനിഷ് അറ്റ് എ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സർഫേസ് ഏരിയയ്ക്ക് മാറ്റം വരും. സർഫേസ് ടെൻഷൻ ഡിക്രീസ് ആവുകയും അതൊരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് വാനിഷായി പോവുകയും ചെയ്യുന്നു. ഇറ്റ് ഹാപ്പൻ രണ്ട് കാരണം കൊണ്ടാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യുന്നു, അത് ഇൻട്രാമോളിക്കുലർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നു, കൈനറ്റിക്കൽ എനർജി കൂടുന്നു. Okay, due to the both of this factor, intermolecular forces become weak and the surface tension decreases. അപ്പോൾ അവർ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കൂടുകയും അതേപോലെ ഹൈ കൈനറ്റിക്കൽ എനർജി ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വീക്ക് ആവുകയും സർഫേസ് ടെൻഷൻ കുറയുകയും ചെയ്യുന്നു. നമുക്കവിടെ ആക്ട് ചെയ്യുന്ന ഒരു റംസേ ഷീൽഡ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ എം റോ raised to 2/3 is equal to k into Tc minus T minus R. ആ ഇക്വേഷൻ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ടി സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, എം ഇസ് എ മോളിക്കുലർ മാസ്, ടി ഇസ് എ ടെമ്പറേച്ചർ ഇൻ കെ ആൻഡ് ഗാമ ഇസ് എ സർഫേസ് ടെൻഷൻ. അപ്പോൾ ഗാമ കണ്ടുപിടിക്കാനുള്ള ടെമ്പറേച്ചർ കൂട്ടും എന്തൊക്കെ എഫക്റ്റാണ്? ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ഉണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫേസ് ടെൻഷൻ കുറയുന്നു. ഹീറ്റ് ചെയ്യണ സമയത്ത് ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യുകയും അവർ തമ്മിലുള്ള ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹീറ്റ് ആകുമ്പോൾ കൈനറ്റിക്കൽ എനർജി കൂടുകയും ചെയ്യുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയ്ക്കുന്നു. അപ്പോൾ സർഫേസ് ടെൻഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഫക്റ്റ് ഓഫ് ദ ടെമ്പറേച്ചർ നമ്മൾ നോക്കി. ഇനി നമ്മൾ അടുത്ത പാർട്ട് വീഡിയോയിൽ എന്തൊക്കെ എഫക്റ്റാണ് സർഫേസ് ടെൻഷനിൽ ഉണ്ടാകുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.